പുറത്ത് നല്ല കാറ്റ്. വൃശ്ചിക മാസമാണ്. പുറത്തെ തൊഴുത്തിന്റെ മീതെ എന്തോ വീണ ശബ്ദം കേട്ട് ഞാൻ പുറത്തേക്കിറങ്ങി. സമയം അന്നേരം രാത്രി 11 മണിയായിട്ടുണ്ട്. വീടിന്റെ പറമ്പിലെ തെങ്ങിൻ പട്ട വന്ന് ഈ ഷീറ്റിൽ വീണതാണ് എന്നെനിക്ക് മനസ്സിലായി. ഞാൻ അങ്ങനെ തിരിഞ്ഞു വീട്ടിലേക്ക് കയറാൻ നിൽക്കവേ പെട്ടെന്ന് ആ പറമ്പിൽ ഒരു പെരുമാറ്റം പോലെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പണ്ടിവിടെ പള്ളിയിലുണ്ടായിരുന്ന ഒരു തങ്ങളുടെ പറമ്പാണത്. തങ്ങൾ മരിച്ചു. എന്നാൽ ഈ പട്ടയഭൂമി അയാളുടെ ബന്ധുക്കൾക്ക് ഇപ്പോഴും അവരവരുടെ പേരിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് കേട്ടിട്ടുള്ളത്. അങ്ങനെ ഞാൻ അകത്തുപോയി ടോർച്ച് എടുത്തു വന്ന് ആ പറമ്പിലേക്ക് അടിച്ചു നോക്കി. അപ്പോൾ അവിടെ ഒരു തലക്കെട്ട് കെട്ടിയ ഒരാൾ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നത് ഞാൻ കണ്ടു. ഇതാരാണ് ഈ നേരത്തെ ഈ പറമ്പിലെന്ന് ഞാൻ കരുതി. ഞാൻ ആ വേലിക്കരിയിലേക്ക് അല്പം കയറി നിന്നു. ശേഷം ആരാ അത് എന്ന് ഉറക്കെ ചോദിച്ചു. എന്നാൽ തിരിഞ്ഞു പോലും നോക്കാതെ അയാൾ ആ പുള്ളി നേരെ നടന്നു. അവിടെ കുറെ കള്ളിച്ചെടികളും മൈലാഞ്ചി ചെടികളുമുണ്ട്. അതിന് വശത്തേക്ക് അയാൾ മറഞ്ഞുപോയി. ഇനി വല്ല കള്ളനും മറ്റോ ആയിരിക്കുമോ? തൊഴുത്തിൽ പശുക്കളും കിടാങ്ങളുമുണ്ട്. ഏതോ കള്ളൻ തന്നെ എന്നെനിക്ക് ഉറപ്പായി. ഞാൻ വേഗം തന്നെ അകത്തേക്ക് പോയി. അന്ന് എൻ്റെ ചിറ്റിയുടെ മകൻ അരുൺ അവിടെയുണ്ട്. ഞാൻ അവനെ വിളിച്ചു. എടാ, ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അവനോട് കാര്യം പറഞ്ഞു. ശേഷം ഞാനും അവനും കൂടെ അടുത്ത വീട്ടിലുള്ള എൻ്റെ സുഹൃത്തായ സതീഷിനെയും വിളിച്ച് ഞങ്ങൾ 3 പേരും ആ പറമ്പിലേക്ക് കയറി. ഞങ്ങൾ ആ പറമ്പിൽ മുഴുവൻ നടന്നു ഇയാളെ തപ്പി. എന്നാൽ അവിടെ ആരെയും കാണാൻ കഴിഞ്ഞില്ല. എനിക്ക് തോന്നിയതാവുമെന്നൊക്കെ ഇവർ പറഞ്ഞു. എന്നാൽ ഞാൻ കണ്ട കാര്യം എനിക്കറിഞ്ഞുകൂടെയെന്ന് ഞാൻ അവരോട് പറഞ്ഞ് ദേഷ്യപ്പെട്ടു. ഈ പറമ്പിൻ്റെ അപ്പുറം പാടമാണ്. പെട്ടെന്ന് സതീഷ് അങ്ങോട്ട് ടോർച്ചടിച്ചു. എടാ എന്ന് വിളിച്ചു. ഞങ്ങൾ നോക്കുമ്പോൾ അതേ തലക്കെട്ടുള്ള ആ മനുഷ്യൻ ഒരു മുണ്ടും തലക്കെട്ടും മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, അതെ, ഇയാൾ തന്നെയാണ് ഞാൻ കണ്ടത് എന്ന്. ഞങ്ങൾ ഇവിടെ നിന്നും അയാളെ ഉറക്കി വിളിച്ചു. അയാൾ നേരെ പോവുകയാണ്. ഞങ്ങൾ ഉടൻ തന്നെ ആ പാടത്തേക്ക് ചാടിയിറങ്ങി. ആ വരമ്പിലൂടെ അയാളെ ലക്ഷ്യം വെച്ച് പിന്നാലെ ഓടി. അയാൾ ആ പാടം കയറി അടുത്ത വാഴത്തോപ്പിലേക്ക് കയറി. ഞങ്ങൾ ഓടി ആ വാഴത്തോപ്പിലെത്തി. എന്നാൽ അവിടെ അങ്ങനെ ഒരാളെ ഞങ്ങൾക്കപ്പോഴും കാണാൻ സാധിച്ചില്ല. ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടാവുമെന്ന് ഞങ്ങൾ കരുതി. ഞങ്ങൾ ആ പറമ്പിലൂടെ ടോർച്ചടിച്ച് നടപ്പാണ്. പെട്ടെന്ന് ആരടാ ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് 2 ടോർച്ച് ഞങ്ങൾക്ക് നേരിലേക്ക് വരുന്നുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് ചെന്നു. അത് കൃഷ്ണേട്ടനും സുന്ദരേട്ടനുമായിരുന്നു. ആ, നിങ്ങളായിരുന്നോ? നിങ്ങൾ എന്താടാ ഈ പാതിരാക്കി ഇവിടെ കിടന്ന് കറങ്ങണേ എന്ന് ഞങ്ങളോട് അവർ ചോദിച്ചു. അന്നേരം ഞങ്ങൾ ഇങ്ങനെ ഒരാൾ ഇവിടെ കറങ്ങി നടക്കുന്നുണ്ട് എന്ന് അയാളെ തപ്പി വന്നതാണെന്നും അവരോട് പറഞ്ഞു. അത് കേട്ട് അവർ ഞങ്ങളോട്, ആ, നിങ്ങളെന്താ വീട്ടിലേക്ക് ചെല്ല്, അയാളൊക്കെ പോയി കാണും, വെറുതെ ഈ രാത്രി ഇനി കറങ്ങി നടന്ന് വേറെയൊന്നും വരുത്തി വെക്കണ്ട എന്ന് പറഞ്ഞു. അത് കേട്ട് ഞങ്ങൾ പറഞ്ഞു, അത് പറ്റില്ല, ഞങ്ങൾക്ക് അയാളെ പിടിക്കണം. അങ്ങനെ വല്ല കള്ളന്മാരും ഉണ്ടെങ്കിൽ വെറുതെ വിടാൻ പറ്റുമോ എന്ന് പറഞ്ഞ് ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ പൊക്കോ എന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ കൃഷ്ണേട്ടൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛനാണ്. പുള്ളി ഞങ്ങളോട് നിങ്ങൾ വാ പറയട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങളെ അവരുടെ കാവൽമാടത്തേക്ക് കൊണ്ടുപോയി. അടുത്ത വശത്ത് ഇവർക്കൊരു വാഴകൃഷിയുണ്ട്. ഞങ്ങളെ അവർ അങ്ങോട്ട് വിളിച്ചു കൊണ്ടുപോയി. ശേഷം ഞങ്ങൾ ആ ഷെഡിലെത്തി. ഇവർ ഒന്നും പറയുന്നില്ല. ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നത് എന്ന്, എന്താ കാര്യമെന്ന്. അപ്പോൾ കൃഷ്ണേട്ടൻ പറഞ്ഞു, എടാ പിള്ളാരെ, അത് കള്ളനൊന്നുമല്ല. അത് കേട്ട് ഞാൻ, പിന്നെ അതാരാ, നിങ്ങളുടെ വല്ല ആളാണോ എന്ന് ചോദിച്ചു. അപ്പോൾ കൃഷ്ണേട്ടൻ ഒന്ന് ഞങ്ങൾക്കരികിലേക്ക് നീങ്ങി വന്നിരുന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. എടാ പിള്ളാരെ, നിങ്ങൾ കണ്ടത് മണിയെയാണ്. ഏത് മണി? ഞാൻ അയാളോട് ചോദിച്ചു. അപ്പോൾ അതിവിടെ പണ്ട് കാലത്ത് വന്നു കൂടിയൊരു പണിക്കാരനാണ്, മനക്കിലെ പറമ്പിലെ പണിക്കാരൻ. അയാളുടെ പേര് മണി എന്നാണ്. ഒരു അനാഥനായ ആളായിരുന്നു അദ്ദേഹം. മരിച്ചുപോയി. അയാളുടെ ആത്മാവാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടതെന്ന്. പുള്ളിക്ക് അല്പം അപസ്മാരമൊക്കെ ഉണ്ടായിരുന്നു. പാടത്ത് പണിതുകൊണ്ടിരിക്കുകയാണ് അയാൾ കുഴഞ്ഞു വീണ് മരിച്ചത്. ഇതാ എന്ന് പറഞ്ഞ് ഒരു വശത്തേക്ക് കൃഷ്ണേട്ടൻ കൈ ചൂണ്ടി. അവിടെ വെച്ച് മരിച്ച് നിങ്ങളൊക്കെ അന്ന് കൊച്ചു പിള്ളേരായിരുന്നു. അതാ നിങ്ങൾ അറിയാത്തത് ഇയാളെ എന്ന് പറഞ്ഞു. പിന്നാലെ പോയാൽ വല്ല കുളത്തിലെ തോട്ടിലോ തട്ടിയിട്ടോ അല്ലെങ്കിൽ ഭയപ്പെടുത്തുകയോ ഒക്കെ ചെയ്യും. അങ്ങനെ പലർക്കും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ പേടിക്കും വെച്ചാണ് അപ്പോൾ ഞങ്ങൾ പറയാഞ്ഞതെന്ന് പുള്ളി പറഞ്ഞു. അത് കേട്ടതും ഞങ്ങൾക്ക് ശരിക്ക് ഭയമായി. ഇനിയിപ്പോൾ എങ്ങനെ വീട്ടിലേക്ക് പോകും എന്നായി ചിന്ത. അങ്ങനെ കൃഷ്ണേട്ടനും സുന്ദരേട്ടനും കൂടെ ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുചെന്ന് വിട്ടു. പിന്നെ രാത്രി എന്ത് ശബ്ദം കേട്ടാലും ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല, നോക്കിയിട്ടില്ല എന്നാണ് നിഖിൽ എന്ന സുഹൃത്ത് പറഞ്ഞത്. 2001 തനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഇതെന്ന് നിഖിൽ പറഞ്ഞു.
ഈ അനുഭവകഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്തരത്തിലുള്ള അനുഭവകഥകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാൽ അടുത്തൊരു നല്ല കഥയുമായി നമുക്ക് വീണ്ടും കാണാം. സീ യു സൂൺ.